ഇതിനോട്ട് ഞാനാ സുമേഷ, നമ്മുടെ പാക്കത്തനാണ്. ഈ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരിപാടി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തി. അവിടെ കയറിപ്പോ ഒരു തൊല്ലായിരുന്നു. ഒത്ത ബാലയെ പിടിച്ച് തൂങ്ങിയിട്ട് അവനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞ് അവനെ പോലീസുകാർ കൊണ്ടുപോയി. അടുത്ത വേറെ കേസ് കെട്ട് വെള്ളം മൊത്തം അലമ്പായിരുന്നു. അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറത്തില്ല. വഴിയിൽ നിന്ന് ആനയുടെ കൊമ്പേ തൊട്ടനുള്ള ഒരുത്തനും പോയല്ല. അവിടെ കൊണ്ട് നിർത്തി തലയെക്കെട്ടടിച്ച് അപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ വണ്ടി കിടന്ന് ഭയങ്കര റോള് കളിയാ. അപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം പുള്ളിയോട് മാറി കേട്ടാന്ന് ഞാൻ പറഞ്ഞു, മാറ്റി എടുത്ത്. തൊട്ടപ്പത്തിൽ ഒരു കൊച്ചും നിപ്പുണ്ടായിരുന്നു. ആ കൊച്ചിനെ കൊണ്ട് മാറുന്ന ഞാൻ പറയുന്നുണ്ട്. ഈ പുള്ളി വന്നിട്ട് ആന ഇങ്ങനെ പുള്ളിനെ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. ഈ പുള്ളി ആദ്യം മാന തുനിക്കൊമ്പേ കയറി തൊട്ട്. ഞാനൊക്കെ കൊമ്പേ തൊടുന്നത് ഇഷ്ടമൊന്നുമല്ലേ പുറമേക്കാരെ. രണ്ടാമതും തൊട്ട്. മൂന്നാമത് ഞാൻ ഈ പുള്ളിയോടൊക്കെ തൊടാൻ വേണ്ടി ഇപ്പൊ ഒരു പഴവും ഉണ്ട്. ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ചേട്ടാ മാറിയില്ല, കൊച്ചിനെ കൊണ്ട് മാറെന്ന് പറഞ്ഞതാണ് സംഭവം. ഞാൻ ഫ്രണ്ടിലോട്ട് കയറിയും ആന കടന്ന് നിൽക്കുകയും ചെയ്യും. ഒരുമിച്ചായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ കണ്ടതല്ലേ, ഇതാണ് സംഭവം. ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല. നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മിറ്റിക്കാരോ നിങ്ങൾ പറയാനാ പറഞ്ഞത്. നമ്മളെ പറഞ്ഞിട്ട് എന്ത് ഇടിമേടിക്കാൻ നടക്കണം. പിന്നെ പൊതുവേ എത്ര ആൾക്കാരോട് പറയും നമ്മളൊരു പൂരം പറമ്പിച്ച് ചെന്നിട്ട്. അതാണ് സത്യം. കുറെ പേര് ഇങ്ങനെ മനസ്സിലാക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്തോരം പ്രാവശ്യം നമ്മൾ ചേട്ടാ എത്ര പേരോട് പറയും നമ്മൾ മാറിയിക്കാൻ അന്നവനൊക്കെ കൊമ്പേ തൊടണം, എല്ലാം വെള്ളം. അത് മറ്റു സത്യം. എന്ത് പറയാനാണ്. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടിട്ടെ. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ എന്തിനാ ഇതിനൊക്കെ മറുപടി പറയുന്നത് എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കണം. കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും നേർച്ച എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം. പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെല്ലാം മുസ്ലിയാക്കന്മാർ എന്തിനാ മറുപടി പറയുന്നത്? ഞങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മൗനികളായി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കും അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയതയുടെ പേരിലാണ്. ഇതിലെന്തെങ്കിലും ആത്മീയമായ അനുഭൂതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഇതിന്റെ കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്? ഒന്നുമല്ല. ഇതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് സമ്പത്താണ്, പണമാണ്. എത്ര മഹല്ലത്തുകളിൽ ഇത്തരം കൊള്ള നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇതിനെതിരെ ശക്തിയുക്ത മഹാനായ പേരുള്ള ഉസ്താദും ഫാറൂഖ് നീമി അടക്കമുള്ള കേരളത്തിലെ അഗ്രസരായ പണ്ഡിതന്മാരിൽ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഘോരം വാദിക്കുന്നതിന് വേണ്ടി അറിയോ? അവനവന്റെ ആശയത്തിന്റെ വൈവിധ്യവും ദൃഢതയും മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ ഇടയിലൂടെ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇത് നാട്ടിലെ സമസ്തക്കാരാണ് നടത്തുന്നത്, അവർ കാരണമാണ് ഈ നാട്ടിലെ ആളുകൾ ഈമാനികമായി പിന്നോക്കം പോകുന്നതെന്ന് വരുത്തി തീർക്കുകയും അതുവഴി നമ്മുടെ ആശയം അവരുടെ മസ്തിഷ്കത്തിലേക്ക് തളക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉടായ്പ തന്ത്രമുണ്ടല്ലോ, അത് കൈവച്ചേക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ആലിമീങ്ങൾ വ്യക്തമായി സുദൃഢമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു. അല്ല, ഞാൻ തുറന്ന് പറയാണ്, എനിക്ക് ആ കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല. പേടിയുള്ളവര് പറയണ്ട. ഈ സമുദായം ഇവിടുന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല. മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസം. അതിനേക്കാളും വലിയ തോന്നിയാസം ഈ ലോകത്ത് എവിടെയും വേറെ നടക്കാനില്ല. അപ്പൊ അതിന്റെ സീസണാണ്. നേർച്ചാന്നൊക്കെ പേരിട്ടിട്ട് നടത്തുന്ന തോന്നിയാസം. പുതിയങ്ങാടി നേർച്ചക്ക് കൂടി ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ. എനിക്കതിൽ അത്ഭുതമില്ല. ഞാൻ എന്നോട് പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞു, അത് എനിക്ക് ഉറപ്പാണ്. കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവം അതാണ്. ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലസണം, അതിനുള്ള അവസരമാണ്. പക്ഷെ ആന ചവിട്ടി മരിച്ചു എന്ന് കേട്ടപ്പോ സംഗതി കുറച്ച് കഠിനായിപ്പോയി. എന്നാ അതിനെങ്കിലും പാഠം പഠിക്കുവോ? ഒരു പാഠം പഠിക്കൂല. കൊല്ലം 18 ആനയാണെങ്കിൽ അടുത്ത കൊല്ലം 38 ആന ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം. അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് നിന്ന് ആളുകൂടിയ സദസ്സിൽ ഞാൻ അത് പറയണത്. യുവാക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും. നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ. ഇതൊന്നും അള്ളൻ റസൂലും അനുവദിച്ചതല്ല. അള്ളൻ റസൂലും അനുവദിച്ചതോ? കിതാബ് ഓതണോ, ഇസ്ലാം ദീൻ പഠിക്കണോ? ഭൂമിക്ക് കീഴ്പ്പെട്ട ഏത് മനുഷ്യനെ അറിയാത്തത് അള്ളൻ റസൂലും നിരോധിച്ച കാര്യമാണ്. ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളിൽ, നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയണേ, റസൂല് ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ ബുദ്ധിയുള്ളവരെ ഞങ്ങൾ ചിന്തിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേർച്ച മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും. ഖബർ സിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ പോയിട്ട് ബാൻഡ് മുട്ടിയിട്ട് തോന്നിയാസം കാണിക്കാനല്ല. അള്ളൻ റസൂലും പഠിപ്പിച്ചിട്ടില്ല. അത് തടയേണ്ടവർ തടയണം. കൗമ പോണ വഴിക്ക് കൗമിനെ തെളിക്കരുത്. കൗമിന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും.
എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്മാതിരിയുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വിചാരിച്ചു ഇമ്മാതിരിയുള്ള പരിപാടിയൊക്കെ സമുദായത്തിൽ കുറഞ്ഞു വരികയാണ്. പക്ഷെ കഴിഞ്ഞ ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഇത് കുറയല്ല, ചില ആൾക്കാർ വളർത്തുകയാണ്, കുറയില്ല. കാരണം എന്താണെന്നറിയോ? അതിന്റെ പിന്നൊക്കെ കച്ചവടമാണ്, വ്യവസായമാണ്. കുറയില്ല. അത് ഒരു കൊല്ലം നടന്നിട്ട് അതിന് കുറെ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട്. അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്തെന്നും ഉണ്ടാവും. കാരണം ഇത് കച്ചവടമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല. ഇത് ബിസിനസ്സാണ്, ഇത് ദീനല്ല, ഇസ്ലാമല്ല, വെറും കച്ചവടമാണ്. നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ്, ഞങ്ങളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു. ഇതൊക്കെ ഒന്ന് തിരുത്തണം. തിരുത്താനുള്ള ഏറ്റവും അർജന്റാണ്. തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ്. ആന ചവിട്ടിയിട്ട് മനുഷ്യൻ മരിച്ചെന്നേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മലപ്പുറം നേർച്ച ഉണ്ടായിരുന്നു പണ്ട്. അതെങ്ങനെ നിന്ന് പോയതറിയോ? സമസ്തയിലെ മൂല്യന്മാരൊക്കെ പാടെ ഇവിടെ ഇസ്ലാമിക്ക് നേർച്ചയാക്കി. അതെന്താ? സിയാറത്തിന് കൂട്ടായിട്ടുണ്ട് വരിക, എന്നിട്ട് തക്ബീറും ചെല്ലി തിരിച്ചു വീട്ടിലും പോവുക. അടുത്തുള്ള ഒറ്റ കുട്ടി വന്ന ഒലക്കയിലെ നേർച്ചയല്ലേ? എന്താ പിന്നെ കോലം? ആനുണ്ടോ, ചെണ്ടുണ്ടോ, ഔലിയച്ചോടുണ്ടോ, അലിക കച്ചവടമുണ്ടോ, ചാട്ടുകൊട്ടുണ്ടോ, മരണക്കിണറുണ്ടോ, പിപ്പിപ്പിണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് നേർച്ച എത്ര? ആര് പോണേ? അതിനാല് മലപ്പുറം നേർച്ച നിന്നു. അപ്പൊ ഇസ്ലാമിക്ക് നേർച്ച ആക്കിയോടത്തൊക്കെ നേർച്ച അല്ലാണ്ടായി. നമ്മുടെ നേർച്ചയുടെ സദസ്സുകൾ, അനുസ്മരണ സദസ്സുകൾ, അവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയുടെ കീഴിൽ അത് നടക്കുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കുന്ന മഹല്ല് കമ്മിറ്റികളുടെ പേരിൽ നടക്കുമ്പോൾ, അവിടെ ഒരിക്കലും തമ്മാടിത്തവും തോന്നിവാസവും തെറ്റായ പ്രവർത്തനങ്ങളും ഉണ്ടാവില്ല. തിരൂർ, പുതിയങ്ങാടി, അവിടെ ഞാൻ പഴയ കാലത്ത് പോയി പ്രസംഗിച്ചു. എന്താണ് അവിടെ ഒരു നേർച്ച എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കും. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. ഒരിക്കലും ഇസ്ലാമിനോട് യോജിക്കാത്ത പരിപാടി. അതിനെതിരെ ശക്തമായി വളരെ നല്ല ആശയങ്ങൾ പറഞ്ഞ് നമ്മുടെ മുൻഗാമികളായ സമസ്ത കേരള ജമിയത്തുലമയുടെ ഉലമാക്കൾ പഴയ കാലത്ത് പ്രമേയം അവതരിപ്പിച്ച് അത്തരത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളും മഖ്ബറകളുടെ സമീപത്ത് നടത്തുന്നവരുണ്ടെങ്കിൽ അവർ നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ആലിമീങ്ങൾ അന്ന് പറഞ്ഞ പ്രമേയം അടക്കം അവതരിപ്പിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളോട് അദബ് കാണിക്കണം, അവരുടെ മുമ്പിൽ വന്ന് തോന്നിവാസം ചെയ്യാൻ പാടില്ല, ഒരിക്കലും തല്ലുണ്ടാക്കാൻ പാടില്ല. എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുണ്ടാക്കാൻ പാടുണ്ടോ? ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ പിന്നെ അള്ളാന്റെ വീടായ പള്ളിയിൽ വന്ന് തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ തെറ്റൊരിക്കലും പാടില്ല. അക്കൂട്ടത്തിൽ തെറ്റായ കാര്യങ്ങളൊക്കെ ഔലിയാക്കളെ മഖ്ബറയുടെ സമീപത്ത് വന്നിട്ട് ചെയ്താൽ ആ ഔലിയാക്കളുടെ പൊരുത്തക്കേട് ലഭിക്കാനും ഔലിയാക്കളുടെ എല്ലാ പൊരുത്തക്കേടും സമ്പാദിക്കാനും അല്ലാതെ അതുകൊണ്ട് ഒരു ഫലവും കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ പഴയ കാലത്ത് അവിടെ പോയി പ്രസംഗിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ എന്തോ ഒരു പറഞ്ഞ നേർച്ച എന്ന് പറഞ്ഞ് കുറെ പാടില്ലാത്ത പരിപാടികൾ നടത്തുമ്പോ കുറെ ആനനെ കൊണ്ടുവന്നു. എത്ര ആനയാന്ന് എനിക്കറിയില്ല. ആ ആന ഒന്ന് ഇടഞ്ഞി, അങ്ങനെ കുറെ ആളെ ചവിട്ടി. ചിലര് മരിക്കാനായതുണ്ടാവും, മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തെല്ലാമോ അവിടെ സംഭവിച്ചു. ചിലപ്പോൾ ഇടഞ്ഞപ്പോ സംഭവിച്ച അപകടം സംഭവിച്ചു ചിലപ്പോൾ നിരപരാധികൾ അതിലെ വഴിപോകുന്നവരും ആയിക്കൂടാന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോ അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയും അത് പാടില്ലെന്ന് പറയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് ദഅവത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അന്നതിന് കൂട്ടുനിന്നിരുന്ന ചിലരൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ട് അതിൽ പിന്മാറിയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ബൽദ് എന്താണ്? അങ്ങനെ ഒരു നേർച്ച നടത്തിയാൽ അവിടെ കുറെ ചന്ത നടക്കൂലേ, അപ്പൊ കുറെ പൈസ കിട്ടൂലേ, അപ്പൊ കുറെ കച്ചവടം ചെയ്തൂടെ, അപ്പൊ പിന്നെ കുറെ കാര്യം കിട്ടൂലേ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി ആഖിറം മറന്നു പോകുന്നു ധാരാളം ആളുകളുണ്ട്. ഇത്തരം ചില ഭവിഷ്യത്ത് വരുമ്പോ വേഗം പറയും, കണ്ടോ സുന്നികളെ നേർച്ചക്ക് ആന ഓടി കുറെ ആളെ ചവിട്ടി. സുന്നികളെ നേർച്ച ഒന്നല്ല, അവിടെ ഫാത്തിഹ ഓതണം, യാസീൻ ഓതണം, ഖുർആൻ ഓതണം,
ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ദുആ നടത്തണം, ഭക്ഷണം കൊടുക്കണം, സിയാറത്ത് ചെയ്യണം. ഇത്തരം കാര്യങ്ങളല്ലാതെ അവിടെ കുറെ ആളുകളെ ദ്രോഹിക്കുന്ന, ശല്യമുണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനം നടത്തുന്ന സുന്നത്തികൾ നടത്തിയിട്ട് അതൊന്നും സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه.